ലഹരിയെ പിടിച്ചുകെട്ടാൻ എക്സൈസ് ഒരു പുതിയ തന്ത്രവുമായി വരുന്നു. വാടക കെട്ടിടത്തിൽ നിന്ന് ലഹരി പിടികൂടിയാൽ കെട്ടിടത്തിന്റെ ഉടമകൾ പ്രതികളാകുമെന്ന് മലപ്പുറം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ആർ മനോജ് 24നോട് പറഞ്ഞു. വാടക കെട്ടിടത്തിൽ നടക്കുന്ന എന്തെന്ന് ഉടമ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രതികളാകുന്ന കേസ് കൂടുന്ന സാഹചര്യത്തിലാണ് ഈ നടപടിയെന്നും ആർ മനോജ് പറയുന്നു. നമ്മൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലത്ത് എന്താണ് ഇവർ ചെയ്യുന്നത്, നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഉടമയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിലൊന്നും ഒഴിയാൻ സാധിക്കില്ല. ഇത് അന്യസംസ്ഥാന തൊഴിലാളികളായാൽ പോലും. അപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ താമസ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അറിഞ്ഞിരിക്കണം അവരെന്താണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അപ്പോൾ ഇത്തരം MDMA അതുപോലുള്ള കഞ്ചാവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് ആ സ്ഥലം ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഉടമയെ കൂടെ പ്രതി ചേർക്കുന്നതായിരിക്കും. പലപ്പോഴും ഈ വാടക കെട്ടിടത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ലഹരി, രാസലഹരി ഉൾപ്പെടെ പിടികൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എക്സൈസും പോലീസും ഇതിന്റെ ഉടമയെ കൂടി നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാറുണ്ട്. അപ്പോൾ അവർ പറയുന്നത് കാലങ്ങളായി തന്നെ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല, അല്ലെങ്കിൽ വാടക മാത്രം അവർ ഇവിടെ കൊണ്ടുവന്ന് തരികയാണ്, അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അറിയില്ല എന്നുള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിനൊരു മാറ്റം വരണം. അവിടെ ഇവരുടെ സ്വന്തം കെട്ടിടമല്ലേ, അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ഉടമ കൂടി അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴുള്ള ചട്ടം അത് കുറച്ച് കർശനമായി നടപ്പാക്കാൻ തന്നെ എക്സൈസ് തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ അവർ അവിടെ നിന്ന് ഈ ലഹരി ഇവിടെ കൊണ്ടുവന്ന് അവരുടെ ഉപയോഗം അതുപോലെ തന്നെ വിൽപ്പന ഒക്കെ ഇത്തരത്തിലുള്ള വാടക കെട്ടിടത്തിൽ താമസം ഉള്ള സ്ഥലത്ത് വെച്ചാണ് നടത്തുന്നത് എന്നുള്ളതാണ് എക്സൈസിന്റെ ഒരു കണ്ടെത്തലുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന സംഭവം ഇത്തരത്തിലുണ്ടെങ്കിൽ അത് എക്സൈസിനെ കൃത്യമായിട്ട് വിവരം അറിയിക്കുക, അവിടെ റെയ്ഡ് അടക്കം നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ഉടമ തന്നെ മുൻകൈയെടുത്ത് അത്തരത്തിലുള്ള വിവരങ്ങൾ കൈമാറുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്.